ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയുടെയും ഭീകരവാദത്തോടുള്ള അസഹിഷ്ണുതയുടെയും ഒരു ദൃഢപ്രതിജ്ഞയായിരുന്നു. ഈ സൈനിക നീക്കം കേവലം ഒരു തിരിച്ചടി എന്നതിലുപരി പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നും ഇന്ത്യയെ ലക്ഷ്യമിടുന്ന ഏതൊരു ഭീകര പ്രവർത്തനത്തിനും ശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന വ്യക്തമായ സന്ദേശം നൽകി. 2025 ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ക്രൂരമായ ഭീകരാക്രമണം ഇന്ത്യയെ നടുക്കി. നിരപരാധികളായ 26 പേരുടെ ജീവൻ കവർന്നെടുത്ത ആ ദുരന്തം രാജ്യമെങ്ങും കടുത്ത രോഷമുണർത്തി. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഭീകര സംഘടനകൾ മുന്നോട്ട് വന്നെങ്കിലും പാകിസ്ഥാനിൽ നിന്നുള്ള അവരുടെ പിന്തുണയും ഒളിത്താവളങ്ങളും ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് വ്യക്തമായിരുന്നു. ഇത്തരം സംഭവങ്ങൾക്ക് ശക്തമായ മറുപടി നൽകേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പൗരന്മാരുടെ ആത്മവിശ്വാസത്തിനും അനിവാര്യമായിരുന്നു. ഇന്ത്യൻ സൈന്യം ഉടൻ തന്നെ ഈ രഹസ്യ സൈനിക നടപടിക്കായി തയ്യാറെടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ഈ ഓപ്പറേഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ള ഭീകരവാദികളെയും അവരുടെ ഒളിത്താവളങ്ങളെയും തകർക്കുക, ഭീകരവാദ ശൃംഖലയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക, പാകിസ്ഥാന്റെ മണ്ണിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഒരു താക്കീത് നൽകുക എന്നിവയായിരുന്നു. ആഴത്തിലുള്ള ആസൂത്രണവും സൂക്ഷ്മമായ വിവരശേഖരണവും ഈ ഓപ്പറേഷന്റെ വിജയത്തിന് നിർണായകമായി. പാക് ഉപപ്രധാനമന്ത്രി ഇസ്ഹാബ് ഡാറിന്റെ സമീപകാല വെളിപ്പെടുത്തലുകൾ ഈ ഓപ്പറേഷന്റെ വ്യാപ്തിയും സ്വാധീനവും കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ തീവ്രത പാകിസ്ഥാനെ എത്രത്തോളം ഞെട്ടിച്ചു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഡാറിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാനിലെ 2 സുപ്രധാന വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ടു. റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളവും പഞ്ചാബ് പ്രവിശ്യയിലെ PAF ബേസ് റഫീഖി എന്നറിയപ്പെടുന്ന ഷോർകോട്ട് വ്യോമതാവളവുമാണത്. ഈ 2 വ്യോമതാവളങ്ങളും പാകിസ്ഥാന്റെ പ്രതിരോധ മേഖലയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളാണ്. അവയ്ക്ക് നേരെയുണ്ടായ ആക്രമണം പാകിസ്ഥാന്റെ സുരക്ഷാ സ്ഥാപനങ്ങളെ വല്ലാതെ ഉലച്ചു. പുലർച്ചെ 2:30 ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയെന്നും നൂർഖാൻ ഷോർകോട്ട് വ്യോമതാവളങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്നും ഡാർ സ്ഥിരീകരിച്ചു. ഈ ആക്രമണത്തിന്റെ വ്യാപ്തിയും കൃത്യതയും പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരാക്കി. സൈനിക നടപടിക്ക് 45 മിനിറ്റിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ വെടിനിർത്തലിനായി നെട്ടോട്ടമോടിയെന്നാണ് ഡാർ വെളിപ്പെടുത്തിയത്. ഇത് ഇന്ത്യയുടെ സൈനിക ശേഷിയുടെയും ഓപ്പറേഷന്റെ വിജയത്തിന്റെയും പ്രത്യക്ഷ തെളിവാണ്. പാകിസ്ഥാൻ ഈ സാഹചര്യത്തിൽ മധ്യസ്ഥതയ്ക്കായി അന്താരാഷ്ട്ര സമൂഹത്തെ സമീപിക്കാൻ നിർബന്ധിതരായി. അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും സഹായം അവർ തേടി. സൗദി രാജകുമാരൻ ഫൈസൽ പാകിസ്ഥാനെയും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ബന്ധപ്പെട്ടതായി ധാർ വെളിപ്പെടുത്തി. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയുമായി സംസാരിച്ച് വെടിനിർത്തലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യ തയ്യാറാകുമോ എന്ന് ഫൈസൽ പാകിസ്ഥാനോട് ആരാഞ്ഞു. പാകിസ്ഥാന്റെ സമ്മതത്തിന് ശേഷം ഫൈസൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി S ജയശങ്കറുമായി സംസാരിച്ച് വെടിനിർത്തലിനുള്ള പാകിസ്ഥാന്റെ സന്നദ്ധത അറിയിച്ചു. ഈ നയതന്ത്രപരമായ നീക്കങ്ങൾ സൈനിക നടപടിയുടെ വിജയത്തിന്റെ പൂർത്തീകരണമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു സൈനിക നീക്കം എന്നതിനപ്പുറം ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നു. സ്വന്തം മണ്ണിൽ നിന്നും ഉണ്ടാകുന്ന ഭീഷണികൾക്കെതിരെ അതിർത്തി കടന്നും തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് മടിയില്ലെന്ന് ഇത് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യയുടെ നിശ്ചയദാർഢ്യം ഊട്ടിയുറപ്പിക്കാൻ ഈ ഓപ്പറേഷന് കഴിഞ്ഞു. ഇത് ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള സൈനിക ശേഷിയും എടുത്തു കാണിച്ചു. ഈ സൈനിക നടപടി നിരവധി ഭീകരവാദികളെയും അവരുടെ താവളങ്ങളെയും തകർത്തു. ഭീകരവാദ ശൃംഖലയുടെ നടുവൊടിക്കാൻ ഇത് സഹായകമായി. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഏറ്റവും വലിയ വിജയം പാകിസ്ഥാനെ വെടിനിർത്തലിന് പ്രേരിപ്പിച്ചു എന്നതാണ്. സൈനികമായി മേൽക്കൈ നേടിയ ശേഷം നയതന്ത്ര തലത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇത് ഇന്ത്യയുടെ ശക്തിയും സൗമ്യതയും ഒരുമിച്ചുള്ള നയതന്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി അടയാളപ്പെടുത്തപ്പെടും. ഭീകരവാദത്തിന് ഒരു ദയയുമില്ലാത്ത മറുപടി നൽകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നും ഇതൊരിക്കൽ കൂടി തെളിയിക്കുന്നു.